യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. തെമ്മാർത്തം കാണിക്കാൻ തന്നെ പല്ലണ പണ്ടല്ലോ. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. കാണിക്കാൻ കൈയൊന്നും ഒഴിഞ്ഞിട്ട് വേണ്ടേ? കയ്യിൽ മുഴുവൻ ഫുഡായിരുന്നില്ലേ? നീ ചുമ്മാ കളിക്കല്ലേ. നീ ചുമ്മാ വേണ്ട ഞാൻ പറയല്ലേ, എനിക്ക് നാണം വരും കേട്ടോ. തന്നോട് ഞാൻ പറഞ്ഞല്ലേ, കാശ് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാൻ, തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടെന്ന്. അങ്ങോട്ട് കൊണ്ടുവരാൻ എന്റെ അഡ്രസ് എനിക്ക് അറിയില്ലല്ലോ. അഡ്രസ് ഇല്ലെങ്കിലും ഫോൺ നമ്പർ ഉണ്ടായിരുന്നല്ലോ. കാശാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും. നിന്റെ വിളി വരാത്തോണ്ടല്ലേ ഞാൻ അന്വേഷിച്ചു വന്നത്. അന്വേഷിച്ചൊന്നും എന്നെ കണ്ടല്ലോ. ഇനി എന്റെ മോൻ പോവാൻ നോക്ക്. പോ ചെല്ലേ. കിട്ടിപ്പോയി. എന്തോന്നു? ആ വേലക്കാരി പെണ്ണിനെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടെന്ന് ആലോചിക്കുമായിരുന്നു. നിങ്ങളവിടെ കാണാൻ സാധ്യതയൊന്നുമില്ല. അവളങ്ങനെ ബോംബെക്കൊന്നും വന്നിട്ടില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അവള് ബോംബെ വന്നിട്ടില്ല. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈശ്വര, ചതിച്ചു. അതെ, ഇതവള് തന്നെ. പറയട്ടെ, ഞാൻ എവിടെയാ അവളെ കണ്ടതെന്ന് പറയട്ടെ? എവിടെയാ? അങ്ങ് ഗോവയിൽ, അവിടെ ഡോണാപോള ബീച്ചിൽ. അവിടെ വെച്ചാ ഞാൻ അവളെ ബലാത്സംഗം ചെയ്ത് കഴുത്ത് ഞെരിച്ച് കൊന്നത്. ലോല അലോറ എന്നായിരുന്നു അവളുടെ പേര്. എന്താ ലോറ? 25 വയസ്സ് മാത്രം പ്രായമുള്ള അതിസുന്ദരിയായ ഒരു ജാപ്പനീസ് പെൺകുട്ടി. ഞാൻ അവളെ കൊന്ന് കടലിൽ താഴ്ത്തി. പാവം മീനുകൾക്ക് ചുമ്മാ ഒരു ചാകര. അവളുടെ മുഖച്ഛായ ഈ സിന്ധുവിനും. പൂവർ ഗേൾ. സിന്ധുവിന്റെ മാത്രമല്ല, ഈ വീട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളുടെ മുഖച്ഛായുള്ളവരെ എനിക്കറിയാം. ഗോവയിൽ, കൽക്കട്ടയിൽ, മുംബൈയിൽ, ചെന്നൈയിൽ കടലെന്നും കരീംബായിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളും. എന്റെ പൊന്നു ഭായി, നിങ്ങൾ ഇങ്ങനെ ചിരിക്കല്ലേ. ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കാനിരിക്കുന്നതേ ഉള്ള ജയ. ഏതായാലും സമയം ഒരുപാടുണ്ടല്ലോ. ഞാനേ ഇവിടെ നിന്റെ കൂടെ താമസിക്കാൻ പോവാണല്ലോ. സൗകര്യം പോലെ പേടിപ്പിച്ചോളാം. നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കൊലപാതകികളായ നീയും നിന്റെ ഏട്ടനും ഇവിടെ ഇങ്ങനെ സുഖിച്ച് സുന്ദരിമാരോടൊപ്പം ജീവിക്കുമ്പോ നിന്റെയൊക്കെ വെറും ടൂൾ മാത്രമായിരുന്ന പാവം ഞാൻ പ്രച്ഛന്ന വേഷം നടത്തി എന്തിനാടാ ഒളിവ് കഴിയുന്നത്? കൊള്ളാവുന്ന പേര് വല്ലതാണോ നീയൊക്കെ എനിക്ക് ഇട്ടു തന്നത്? കോവിന്ദ കുട്ടിയായാലും സുരേഷ്, സുഭാഷ്, സുജേഷ്, സുകേഷ്, അങ്ങനെ കൊള്ളാവുന്ന എത്രയോ പേരുകളുണ്ടടാ ഈ ഭൂമിയിൽ. അതിലേതെങ്കിലും ഒന്ന് ഇട്ട് തരാൻ വയ്യായിരുന്നോ? കോവിന്ദൻകുട്ടി ആരാണത്ര? കോവിന്ദൻകുട്ടിയായാലും. എടാ, എന്റെ ഈ രൂപം കണ്ട ഞാൻ നായരാണെന്ന് ലോകത്ത് വിവരമുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഭായി, നിങ്ങളുടെ മോന്ത 10 വയസ്സ് കൊള്ളത്തിന് ഞാൻ എന്ത് ചെയ്യാം? ഇന്ന് ഞാൻ കൊല്ലുവടാ. എന്നെ ഈ കാടിക്കുഴി കൊണ്ട് ചാടിച്ചിട്ട് നീ വളിച്ച തമാശ പറയുന്നടാ. ഞാൻ പറയട്ടെ. നീ ഒരു പുല്ലും പറയണ്ടടാ. എന്റെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? ഇനി ഒരു അവധി കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്കാ സഹിച്ചു. കൊലപാതകവും കഴിഞ്ഞ് കാശും വാങ്ങി അടുത്ത ഫ്ലൈറ്റിന് ബോംബെക്ക് പോകുന്ന പ്രൊഫഷണൽ കില്ലറാണ് പുല്ല ഞാൻ. എന്നെ കൊണ്ട് നീയൊക്കെ എന്തെല്ലാം വിട്ടുവേഷം കെട്ടിച്ചു. ഞാനിപ്പോ എങ്ങനെ ജീവിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോടാ? സങ്കടമുണ്ടോ? കുറച്ച് സങ്കടമുണ്ടോ? ഇതിലൊരു തീരുമാനമാകാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇങ്ങനെ കടുപ്പിടുത്തം പിടിക്കും. ഞാൻ പിടിക്കും. കണ്ണി കണ്ട എല്ലാത്തിനെയും ഞാൻ കയറി പിടിക്കും. അല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കാണാ തരാം. 2 ദിവസം, അതില് ഭായിയുടെ മുഴുവൻ കാശും ഞാൻ തരാം. ശരി, സമ്മതിച്ചു. പക്ഷെ അതുവരെ
ഞാനിവിടെ നിന്റെ കൂടെ താമസിക്കും. അയ്യോ, അത് പറ്റില്ല. അതെന്താ? പണം ഞാൻ ബായി പറഞ്ഞത് കൊണ്ട് തരാം. ദയവ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിന്ന് പോണം. ഞാൻ വേണേ ബായിയുടെ കാല് പിടിക്കാം. എന്തിനടാ കാലവാരി തറ അടിക്കാനോ? വേണ്ട, നിന്നെ എനിക്ക് വിശ്വാസം തീരെ ഇല്ല. കേട്ടോടാ? എന്താ ബായി? ആ, ഇതെന്തോടി ഇത്? മാംഗോ ജ്യൂസ് നായർ സാബിന്. ഇങ്ങോട്ട് താ, ഞാൻ കൊടുത്തോളാം. ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവുമല്ലോ അല്ലേ? എന്ത് കറിയാ വേണ്ടേ? നല്ല ഇളം മട്ടൻ കിട്ടുമോ? അതെ, മട്ടൻ തിന്നൂടെ നിന്നാ മതിയോ? അത് നമുക്ക് 3 മണിക്ക് മുമ്പ് മട്ടൻ ചരിച്ചില്ലണ്ടേ? എണ്ണ ചട്ടിയരെ കാണണ്ടേ? ഇത്ര പെട്ടെന്ന് മറന്നല്ലേ? തൊട്ടട്ട് വെച്ചെന്നാണ്ടല്ലോ. ഈ ഗോവിന്ദൻകുട്ടി നായർ സാബിന്റെ കാര്യം. വേഗം പുറപ്പെടാൻ നോക്ക്. അപ്പൊ ഇല്ലേ, ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും. വാ. മട്ടാഞ്ചേരിക്ക് ഫ്ലൈറ്റാ? അല്ല, ഫ്ലൈറ്റ് അല്ല, ട്രെയിൻ. നീ കേട്ടിട്ടില്ലേ? ട്രെയിൻ ഗോ അവേ കം അഗൈൻ അനദർ ഡേ. പിന്നെ കാണാം കേട്ടോ. മറ്റേ കൊച്ചോണ്ട് പറഞ്ഞേക്കണേ, ഞാൻ ഇടയ്ക്കൊക്കെ വന്നോളാം. അപ്പുറത്തെ വീട്ടിലെ നാരായണിയമ്മയോട് വരെ പറയാം. നിങ്ങൾ വാ. ഒന്ന് പോയി പെരട്ട ബായി. കാണല്ലോ. 2 ദിവസം കഴിഞ്ഞ പെട്ടിയും കിടക്കെ എടുത്ത് ഞാനിങ്ങ് വരും. പിന്നെ നിന്റെ കരച്ചിലും കാലുപിടുത്തം ഒന്നും വില പോവില്ല. അറിയാം. കയറി താമസിക്കും എന്ന് പറഞ്ഞാൽ കയറി താമസിക്കും. വരണം. അറിയാലോ, ഞാൻ നല്ല 1-ാം തരം പ്രൊഫഷണൽ കില്ലറാ. പറഞ്ഞതുപോലെ ചെയ്യും. പോയി തമാശ പറഞ്ഞോണ്ട് നിൽക്കുക. പോയി തൊലയടാ. അയ്യോ, ഈ ഗോവിന്ദ നാവെടുത്ത എന്തൊക്കെ തമാശ പറയുന്നറിയോ? നേര് പറ ചേട്ടാ, ആരാ ഈ ഗോവിന്ദൻകുട്ടി നായര്? അപ്പൊ പോയി കണ്ടില്ലേ മോളെ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫ്രണ്ട്. കള്ളം, പച്ചക്കള്ളം. എനിക്കറിയാം അയാൾ ആരാന്ന്. ആരാ? വിശ്വേട്ടൻ കാശ് കൊടുക്കാനുള്ള ആരും അല്ലേ? ആ അതെ. ഓ, നിന്റെ ഒരു ബുദ്ധി. ശരിയാ. ഇനി ആ വലിയ സത്യം എന്റെ മോളിൽ ഞാൻ മറച്ചു വെക്കുന്നില്ല. നീ പറഞ്ഞൊക്കെ സത്യമാ. നായര് വിശ്വേട്ടനൊരു ക്ലൈന്റ്. 1-2 50 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. എന്തോ ടയർ ബിസിനസ് ചെയ്ത വകയിലുള്ളതാ. വിശ്വേട്ടൻ കൊടുക്കാനുള്ളതിന് എന്തിനാ അയാൾ അജേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നേ? അല്ല, അത് പിന്നെ ടയർ കമ്പനി എന്റെ പേരിലല്ലേ? പേരിലാണെന്നല്ലേ ഉള്ളൂ. എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന വിശ്വേട്ടനല്ലേ? അപ്പൊ പിന്നെ കടം വീട്ടാനുള്ള ഉത്തരവാദിത്വം അങ്ങേർക്കില്ലേ? അതൊക്കെ പറയാൻ എളുപ്പമാ. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ ഞാനാണല്ലോ ഉടമസ്ഥൻ. അപ്പൊ എന്നോടല്ലേ ചോദിക്കൂ? അജേട്ടന് ആവശ്യമില്ലാത്ത ബാധ്യതകൾ എടുത്ത് എന്തിനാ തലയിൽ വെക്കുന്നേ? എന്താന്ന് വെച്ചാ വിശ്വേട്ടന്റെ മണ്ടയ്ക്ക് എടുത്ത് വെച്ച് കൊടുക്കണം. ബുദ്ധിയുള്ളവരങ്ങനെയാ ചെയ്യുന്നത്. അതെങ്ങനെയാ? അജേട്ടനൊരു പാവല്ലേ? അത് വിശ്വേട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഈ മുതലെടുപ്പ് നടക്കുന്നത്. അജേട്ടന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞ ഞാൻ വിശ്വേട്ടനോട് സംസാരിക്കാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ, ഞാൻ സംസാരിച്ചോളാം. എന്നെ ഇനി നീട്ടണ്ട. ഇന്ന് തന്നെ സംസാരിച്ച് ഇതിനൊരു തീർപ്പുണ്ടാക്കണം. അല്ലെങ്കിൽ ഇനി നായര് വന്ന് കയറുമ്പോ ഞാൻ വല്ലതും വിളിച്ചു പറയും. അയാളുടെ ഒരു മാംഗോ ജ്യൂസ്. എന്റെ മോളെ, ആരോടും ഒന്നും പറയാൻ പോകണ്ട. നീ അജേട്ടന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഓ, ഭയങ്കര വിശപ്പ്. വാ, നമുക്കൊരു കഴിക്കാം. സോറി അജേട്ടാ, ഞാൻ കഴിച്ചു. സാരമില്ല. എന്റെ കൊച്ചിന് വിശക്കുമ്പോ എപ്പോഴൊന്ന് ചെടുത്ത് കഴിച്ചോ? വിശപ്പൊന്നും ഉണ്ടായിട്ടല്ല. ആ കാവേരി കഴിക്കുന്നത് കണ്ടപ്പോ ഞാനും ഒട്ട് മോശമാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വിളമ്പി കഴിച്ചതാ. ആ, കഴിക്കണം. ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവർ 1 വട്ടം കഴിച്ചാൽ നീ 2 വട്ടം എടുത്ത് കഴിച്ചോ, കേട്ടോ? അവരെ തോപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും
എന്റെ മൂഡ് ഉപയോഗിക്കണം.